ബംഗളൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമുതൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. പരിക്കേറ്റ ഒരു മലയാളിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. 7 പേരാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വലിയ ട്രാജഡി ആയിരുന്നു. ഈ കൊച്ചി സ്വദേശികൾ അവരെങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? മറ്റ് വിശദാംശങ്ങൾ, ഒരു മലയാളി കൂടി ഗുരുതരാവസ്ഥയിലാണല്ലോ, അത്തരം വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതിൽ 3 പേരാണ്. 2 പേര് മരണം ഇന്നലെ സംഭവിച്ചു. 3 പേര് ആശുപത്രിയിൽ, മലയാളികൾ 3 പേര് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. രാമമംഗലം സ്വദേശികളായ പ്രീതി, സിജി, മായ എന്നിവരാണ് ആശുപത്രിയിൽ തുടരുന്നത്. ഒപ്പം തന്നെ മരണപ്പെട്ടവരായ സ്മിത, രഘു, ലത എന്നിവരുടെ മൃതദേഹങ്ങൾ ഉച്ചയോടുകൂടിയാണ് സ്വദേശമായ ഇവിടെ രാമമംഗലത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് അവർ പുറപ്പെട്ടു. ആംബുലൻസ് വഴിയാണ് എത്തിക്കുന്നത്. വൈകാതെ അവിടേക്ക് രാമമംഗലത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തീർത്തും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഉണ്ടായത്. ഇവർ ഈ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെ നിന്നുള്ള സ്ത്രീകളാണ്. ഏതാണ്ട് 50ഓളം പേരടങ്ങുന്നൊരു സംഘമാണ് യാത്ര പുറപ്പെട്ടത്. ഒരു പഠന യാത്ര എന്ന രീതിയിലാണ് ബംഗളൂരുവിലേക്ക് ഇവർ പോയത്. വിമാനമാർഗം ഇന്നലെ രാവിലെയാണ് അവർ എത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെ ശിവാജി ഷോപ്പിംഗ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ട് ഇവർ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് പോവുകയായിരുന്നു. അപ്പോൾ ഇന്നലെ വളരെ അതിശക്തമായ രീതിയിലുള്ളൊരു വേനൽ മഴ അവിടെ ലഭിച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം കനത്ത മഴയിൽ ബംഗളൂരു നഗരം തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ടിൻ്റെ പിടിയിലാവുകയും എല്ലാം ചെയ്തു. ഈ മഴ കനത്തപ്പോഴാണ് ഇവർ 8 അടിയോളം ഉയരമുള്ള ഒരു മതിലിനെ ഒരു മറ പറ്റി ഇവരെ കുറച്ച് പേര് അവിടെ നിന്നത്. പക്ഷേ മതിൽ തകർന്നു വീഴുകയായിരുന്നു. 7 പേര് ഈ സംഭവത്തിൽ മരിച്ചു. അത് മരിച്ച 2 പേരെ കൂടാതെ തന്നെ മറ്റുള്ളവരെല്ലാം തന്നെ കർണാടക സ്വദേശികളാണ്. 6 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെയുള്ളവരുണ്ട് അവിടെയുള്ളത്. ഏതായാലും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പിന്നീട് ഇവരെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ഇന്നലെ മുതൽ ആരംഭിക്കുകയും ചെയ്തു. മരിച്ചവർക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പരിക്കേറ്റവരുടെ ചികിത്സ അവിടെ തുടരുകയാണ്. സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുവെന്നാണ് കർണാടക സർക്കാർ അറിയിച്ചത്. KC വേണുഗോപാൽ MP അടക്കം ഇന്നലെ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയെല്ലാം തന്നെ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ഏതായാലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലേക്ക് ഇവിടേക്ക് എത്തിക്കും. രഞ്ജിത്ത്, 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിൽ 2 മലയാളികളുണ്ട്. ഒരു മലയാളിയുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് ഡാൻ നൽകിയത്.